വാസേട്ടന് 66, 67, 60 തൊട്ട് എനിക്ക് പരിചയം. വാസേട്ടന് അത് മാതൃഭൂമിയുടെ ആനിവേഴ്സറിക്ക് നാടകം ഉണ്ടായിരിക്കും. അപ്പം ആ നാടകത്തിൽ ഞാനാണ് മിക്ക കഥാപാത്രം അഭിനയിക്കുന്നത്. അപ്പോൾ ആ നാടകത്തിൻ്റെ ഫൈനൽ റിഹേഴ്സലിന് വാസേട്ടൻ വരും. വാസേട്ടൻ ഒന്നും സംസാരിക്കൊന്നുമില്ല. വന്നിട്ട് കുറേ നാടകം റിഹേഴ്സൽ കഴിയണ വരെ അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളോടൊന്നും പറയില്ല. അതിൻ്റെ ഡയറക്ടറെ വിളിക്കും. എന്നിട്ട് അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ വാസേട്ടൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള പരിചയമാണ്. അപ്പോൾ പിന്നെ ഞാൻ നാടകത്തിൽ വലിയ ആളാണ്, വലിയ നടി തന്നെ. പക്ഷേ സിനിമയിൽ ഞാൻ വെറും 0 ആയിരുന്നു. കുട്ടിയെഴുത്തി അഭിനയിച്ചതിന് ശേഷമാണ് ഞാൻ കുട്ടിയെഴുത്തി വിലാസിനിയായത്. എൻ്റെ പേര് കോഴിക്കോട് വിലാസിനി എന്നായിരുന്നു അവരെല്ലാം പത്രത്തിലും നോട്ടീസിലും ഒക്കെ കൊടുത്തിരുന്നത്. ഈ സിനിമ ചെയ്തതിന് ശേഷം ഞാൻ കുട്ടിയെഴുത്തി വിലാസിനി കേരളം മൊത്തം അറിയും. അവിടെ മാത്രമല്ല പുറത്തും അറിയും. വാസേട്ടൻ എനിക്ക് മറക്കാൻ കഴിയില്ല. വാസേട്ടൻ കോഴിക്കോടുള്ള കലാകാരന്മാരും കലാകാരികളും ഒക്കെ ചാൻസ് കൊടുത്തിട്ടുണ്ട്. ബാലകെ നായർ, കുതിരവട്ടം പപ്പു, കുഞ്ഞാണ്ടിയേട്ടൻ, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സിനിമാ ഫീൽഡിലേക്ക് വാസേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരെയും നല്ല രീതിയിൽ സംസാരിക്കുള്ളൂ. അധികം സംസാരം ഇല്ലല്ലോ, എങ്കിലും 1-2 വാക്കോ പറഞ്ഞ് വാസേട്ടനായിട്ട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അകലാൻ തോന്നില്ല. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു ഞാൻ. വാസേട്ടൻ മരിക്കരുതെന്ന് ഞാൻ നേർച്ചകൾ നേർന്നു. മാഹിപ്പള്ളിയിലേക്കൊക്കെ മാതാവിന് മെഴുകുതിരി കത്തിക്കാൻ നേർച്ച നേർന്നു. വാസേട്ടൻ എപ്പോഴൊന്നും മരിക്കരുത്, ഒരു 10-100 വയസ്സ് വരെ കിടക്കണമെന്ന്. എന്നുവെച്ചാൽ എന്നെ ഇവിടെ കേരളം എന്നല്ല എല്ലായിടത്തും അറിയപ്പെടുന്നത് ഈ കുട്ടിയെഴുത്തിയായിട്ടാണല്ലോ. അതുകൊണ്ട് എനിക്ക് ബഹുമാനവും സ്നേഹവും ആരാധനയുമാണ്. വാസേട്ടൻ്റെ ശരിക്കുള്ള കഥയാണ് കുട്ടിയെഴുത്തി. വാസേട്ടൻ്റെ വേഷമാണ് ശാന്താദേവിയുടെ മോനാണ് വാസുട്ടിയായിട്ട് എൻ്റെ കൂടെ അഭിനയിച്ചത്. അത് വാസുവേട്ടനാ. അത് വാസുവേട്ടൻ്റെ ചെറിയമ്മയായിട്ട് അഭിനയിച്ച ആളാണ് കുട്ടിയെഴുത്തി. അവരുടെ ഒറിജിനൽ പേര് മാളൂട്ടി എന്നാണ്. അത് ആ വേഷം ഞാനാ ചെയ്തത്. എനിക്കെന്നെ അറിയില്ല. നാടകം കളിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇത്രയും പെട്ടെന്ന് വലിയൊരു പേരാവും ലോകമൊട്ടുക്കെ തന്നെ പറയാം. അതിൽ പറയണോണ്ട് എനിക്കൊരു വിരോധമില്ല. എവിടേക്കൊക്കെയോ പോയിട്ട് അവിടെ നിന്നൊക്കെ എനിക്ക് പേപ്പർ വന്നിട്ടുണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ എല്ലാത്തിലും വന്നിട്ടുണ്ട്. പത്രം അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെയാണ് വാസുവേട്ടനായിട്ടുള്ളത് എനിക്ക്. അപ്പം പിന്നെ എനിക്ക് വാസുവേട്ടൻ ഇപ്പോഴൊന്നും പോവരുത് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് സഹിക്കാൻ വയ്യ. കുറേ പറയാണ്ട്. പക്ഷെ